ഹായ് ഫ്രണ്ട്സ്, ആൻറ്റി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന തേങ്ങ ചേർക്കാതെ വളരെ പെട്ടെന്ന് നല്ല പഞ്ഞി പോലെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വറക്കാത്ത 1.5 കപ്പ് റവ. അപ്പോൾ ഞാൻ 1 കപ്പ് വറക്കാത്ത റവയാണ് 1.5 കപ്പ് റവ ചേർത്ത് കൊടുത്തു. ഇനി ഒരു 1/2 കപ്പിൻ്റെ പകുതി നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് മധുരത്തിന് ആവശ്യത്തിനായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ചിലർക്ക് മധുരം കുറവ് വേണം, അപ്പോൾ ഞാൻ ആ ഒരു പാകത്തിനടിച്ചിട്ട് മധുരം കൂടുതൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിന് 1 കപ്പും കൂടെ കൂടുതൽ ചേർത്ത് കൊടുത്തു കേട്ടോ. ഇനി അതിലേക്ക് 4 ഏലക്ക പൊളിച്ചിട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ഏലക്കയുടെ തൊണ്ട് പൊളിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ തന്നെ ഏലക്ക കേട്ടോ. അപ്പോൾ നല്ല മൂത്ത ഏലക്കയാണ്. ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇനി ഇത് മൂന്നും കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. ഇപ്പം നമുക്കൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം കാണാം കേട്ടോ. ഇപ്പം ഞാൻ നമ്മുടെ പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ വറക്കാത്ത റവയും പഞ്ചസാരയും ഏലക്കയും എല്ലാം കൂടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1.5 കപ്പ് തിളപ്പിച്ച് ആറിയ പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ തിളപ്പിച്ചിട്ട് നന്നായിട്ട് ആറിയ പാൽ ചേർത്ത് കൊടുക്കണം. 1.5 കപ്പ് തിളപ്പിച്ചാറിയ പാല്, ഇങ്ങനെ 1/2 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി അതിലേക്കൊരു 1/2 ടീസ്പൂൺ നമ്മുടെ ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ തന്നെ നല്ല ടേസ്റ്റിയാണ്. ഇത് നമുക്കൊന്ന് അരച്ചെടുത്തതിന് ശേഷം കാണാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ റവ ആയത് കാരണം കൊണ്ട് തന്നെ നമുക്ക് വെള്ളം ചെല്ലുമ്പോൾ നമ്മുടെ പാല് ചെല്ലുമ്പോഴത്തേക്കും കുതിർന്ന് കിട്ടും. അതാണ് നമ്മൾ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. ഒരു 1/2 കപ്പ് വെള്ളം, 1/2 കപ്പ് നിറച്ചും വേണ്ട, ഒരു 1/2 കപ്പ് നിറച്ച് വെള്ളം എടുക്കണ്ട കേട്ടോ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. കാരണം ഇത് ഇത്തിരി കുറുകിയാണ് ഇരിക്കുന്നത്. നമ്മൾ പാല് ചേർത്താണല്ലോ അരച്ചത്. നമ്മൾ അന്നേരം ഒന്നും വെള്ളം ചേർത്തിട്ടില്ല. ഇനി ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. 1/2 കപ്പ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്കൊന്ന് മൂടി വെക്കാം. അപ്പോൾ ഇതേ ഒരു മണിക്കൂർ കഴിഞ്ഞത്തേക്ക് നമ്മുടെ ഇത് കണ്ട നന്നായിട്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്ന ഭാഗം വീഡിയോയിൽ നിന്ന് പോയി. അപ്പോൾ ഇത് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടൊരു വട്ടയപ്പാണിത്. ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ട് ഇനി നമുക്കിത് ഞാനൊരു പാത്രം എണ്ണ പുരട്ടി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇഡ്ഡലി പാത്രം ഞാൻ ആവി കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്കാണ് ഞാൻ നമ്മുടെ പാത്രം എണ്ണ തേച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇനി അതിലേക്ക് നമുക്കിത് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇത് 2 പാത്രം വട്ടയപ്പം ഉണ്ടാക്കാനുള്ള മാവാണ് കേട്ടോ. ഇനി നമുക്കൊന്ന് ഇതാക്കാനായിട്ട് കുറച്ച് കപ്പലണ്ടിയും കുറച്ച് മുന്തിരിങ്ങയൊക്കെ ഇട്ട് കൊടുക്കാം. ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വട്ടയപ്പം കേട്ടോ. ഞാൻ വിറകടുപ്പിലാണ് ഇത് വേവാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞ് ഞാൻ മൂടി വെച്ച് കൊടുത്തേക്കും കേട്ടോ. അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വട്ടയപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വട്ടയപ്പം കേട്ടോ. നമുക്കൊന്ന് തണുത്തതിന് ശേഷം കാണാം. അപ്പോൾ ഇത് തണുത്തതിന് ശേഷം നന്നായിട്ട് തണുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതിൽ ഞാൻ പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം കേട്ടോ. നല്ല സോഫ്റ്റായിട്ടുള്ള വട്ടയപ്പാണ്. തേങ്ങ ചേർത്തിട്ടില്ല ആരും പറയത്തില്ല കേട്ടോ. അത്ര നല്ല ടേസ്റ്റി ആയിട്ടുള്ള വട്ടയപ്പാണ്. അപ്പം വീഡിയോ ഇഷ്ടമായിരുന്നു ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കഴിച്ച് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ആ പാലൊക്കെ ചേർത്തതിൻ്റെ ആ ഒരു കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാലും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമുക്ക് വിരുന്നുകാരൊക്കെ വരുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പി കേട്ടോ. അപ്പം നമുക്ക് ചെയ്തുകൊണ്ട് നല്ല സോഫ്റ്റ് വട്ടയപ്പമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാലും മറക്കാതെ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണം. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും ബൈ.